സംഘർഷങ്ങൾക്ക് നടുവിൽ റഷ്യൻ യുദ്ധക്കപ്പലുകളും ആണവശേഷിയുള്ള അന്തർവാഹിനികളും ക്യൂബയിലെത്തി എന്ന നടുക്കുന്ന വാർത്ത വരുന്നു. റഷ്യൻ കപ്പലുകളെ നിരീക്ഷിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും രംഗത്ത് വന്നു. റഷ്യൻ അത്യാധുനിക വിമാനം തകർത്തതിന് തിരിച്ചടിയായി കീവിൽ റഷ്യയുടെ വൻ ആക്രമണവും ഇന്നലെ ഉണ്ടായി. നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തിയിലും ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഭീതിജനകമായി അന്തരീക്ഷത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശോധിക്കാൻ എത്തുന്നു പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. യഥാർത്ഥത്തിൽ ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസിനേക്കാളും വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ക്യൂബയിൽ വരുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ലോകം പോകുമോ എന്ന് ആശങ്കയോടെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് തെറ്റായില്ല. അദ്ദേഹം പല കാര്യങ്ങളും പറയാറുണ്ട്. ആണവായുധം പ്രയോഗിക്കുമെന്ന് 2 വർഷമായി പറയുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ ക്യൂബയിലേക്ക് റഷ്യയുടെ 4 യുദ്ധക്കപ്പലുകൾ എത്തിയിരിക്കുന്നു. അതിലൊന്ന് ആണവ ശേഷിയുള്ള അന്തർവാഹിനിയാണ്, കസാൻ എന്ന അന്തർവാഹിനി. ഒപ്പം തന്നെ ഗോർഷ്കോഫ് എന്ന ഏറ്റവും അത്യാധുനികമായ യുദ്ധക്കപ്പൽ അടക്കമാണ് അവിടെ എത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പോരുന്ന വഴിയിലൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഒരുപാട് സേനാഭ്യാസങ്ങൾ നടത്തി. അപ്പോൾ എന്തായാലും അമേരിക്ക ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടെയും ആശങ്കയോടെ കാണുന്നുണ്ട്. കാരണം ഇവർ എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ബാക്ക് യാർഡിലാണ്, പിന്നാമ്പുറത്ത്. ഏതാനും അവിടെ നിന്ന് ഇപ്പോൾ പോകുന്ന കരീബിയൻ ഐലൻഡ്സിലേക്ക് കൂടി ഈ റഷ്യയുടെ ഫ്ലീറ്റ് പോകുന്നുണ്ട്. ഇത് ഫ്ലോറിഡയിൽ നിന്നും 90 മൈൽ മാത്രം അകലെയാണ്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള മിസൈലുകളുടെയൊക്കെ ഇത് 1500 മുതൽ 3000-4000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന മിസൈലുകളുമായിട്ടാണ് പോകുന്നത്. ഒരു കാര്യം മാത്രം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോൾ ആണവായുധങ്ങളൊന്നും അതിൽ ക്യാരി ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും അമേരിക്ക സടകുടഞ്ഞെണീറ്റിരിക്കുകയാണ്. അവരുടെ എത്ര യുദ്ധക്കപ്പലുകളാണ്, പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ ഈ പാതയിലൊക്കെ അണിനിരത്തിയിരിക്കുന്നു. അവർ റഡാർ സംവിധാനങ്ങൾ വെച്ച് ഇവരുടെ ഓരോ നീക്കവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയുടെ നിരീക്ഷണ വിമാനങ്ങൾ റോന്ത് ചുറ്റുകയാണ് ഈ റഷ്യൻ കപ്പലുകൾക്ക് ചുറ്റും. ഇപ്പോൾ വന്നിരിക്കുന്ന റഷ്യൻ കപ്പലുകൾ അവിടെ ക്രൂയിസ് ഷിപ്പുകൾ ക്യൂബയിലെ ഹവാനയിൽ പാർക്ക് ചെയ്യുന്നിടത്താണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ ഗോർഷ്കോഫ് കാണാനായിട്ട്, യുദ്ധക്കപ്പൽ കാണാൻ ക്യൂബൻ ആൾക്കാർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് 4 മണിക്കൂർ അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 1962 ക്യൂബൻ സ്ഥലത്ത് ഇതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ യുദ്ധക്കപ്പലുകൾ ആണവായുധം വഹിച്ചുകൊണ്ടാണ് വന്നത്. അന്ന് ജോൺ എഫ് കെന്നഡി പറഞ്ഞാണ് ഇത് 48 മണിക്കൂറിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ റെഡി ഫോർ എ തേർഡ് വേൾഡ് വാർ. അന്ന് എന്തായാലും ആ ആരോപണം അല്ലെങ്കിൽ ആ പ്രഖ്യാപനം ഏറ്റു. അതുപോലെ തന്നെ റഷ്യക്ക് എതിരെ, അന്നത്തെ സോവിയറ്റ് യൂണിയന് എതിരെ ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നു. അമേരിക്ക സംയമനം പാലിക്കണമെന്ന് പറഞ്ഞാൽ അന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് പറയാനുള്ളൊരു വോയിസ് ഉണ്ടായിരുന്നു. എന്തായാലും ആ ക്രൈസിസ് ഒഴിഞ്ഞുപോയി. ജോൺ എഫ് കെന്നഡി ഒരു ഭാഗത്തും ക്രൂഷ്ചേവ് മറുഭാഗത്തുമായിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുമോ എന്നറിയില്ല. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് എന്തോ തീരുമാനിച്ചുറച്ച പോലെയാണ്. കാരണം റഷ്യയുടെ ഏറ്റവും അത്യാധുനിക വിമാനം സുഖോയ് 57 Su-57 600 കിലോമീറ്റർ റഷ്യയുടെ ഉള്ളിൽ കയറി ആക്രമിച്ചത് ഉക്രൈൻ സേനയാണ്. അതിനെ ഉപയോഗിച്ച ആയുധങ്ങളിൽ അമേരിക്കൻ ആയുധങ്ങൾ ഉണ്ടെന്നാണ് പെട്ടെന്നുള്ള പ്രകോപനം. റഷ്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. കീവ് അടക്കമുള്ള തലസ്ഥാനത്ത് വലിയ ആക്രമണം നടന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആൾനാശമുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തിയിൽ കൂടി റഷ്യ തിരിച്ചടിക്കുന്നു. അതിൻ്റെ സൂചന വേണ്ടി വന്നാൽ യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ കൂടി ഞങ്ങൾ തിരിയാൻ തയ്യാറുണ്ട്. കാരണം അത് ജർമ്മനിക്കെതിരെ, ഫ്രാൻസിനെതിരെ, ബ്രിട്ടനെതിരെ അവരുടെയൊക്കെ ആയുധങ്ങൾ ഉക്രൈൻ സേന ഉപയോഗിക്കുന്നുണ്ട്. ഉക്രൈനിൽ റഷ്യയുടെ തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെയിംസ്, ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ UN രക്ഷാസമിതി പാസാക്കിയ ഈ പ്രമേയം നടപ്പിലാക്കാൻ മധ്യസ്ഥന്മാർ ശ്രമം തുടങ്ങി. അമേരിക്കയും മറ്റ് സഖ്യരാഷ്ട്രങ്ങളും രംഗത്ത് വന്നു കഴിഞ്ഞു എന്ന വാർത്ത വരുന്നു. അതേസമയം ഇപ്പോഴും അച്ചിമേഷിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 14ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. 40 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇസ്രായേൽ ഒരു തരത്തിലും കൂസുന്നില്ല എന്നുള്ളതാണ്. കാരണം ലോക മനസാക്ഷി, ലോക രാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭ, ലോക കോടതി എല്ലാം ഇസ്രായേലിനെതിരാണ്. ഇസ്രായേലിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാത്തതിൽ പ്രതിഷേധിക്കുന്നു. അറിയില്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ ഹിറ്റ്ലറെ വെല്ലുന്ന ക്രൂരതയോടെയാണ് പെരുമാറുന്നത്. ഈ മണിക്കൂറുകളിലും ഇതൊക്കെ ഉണ്ടായിട്ടും ആക്രമണം നടത്തിയിരിക്കുന്നു.
40-ലേറെ പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 8 മാസത്തിനുള്ളിൽ 37,300-ലേറെ ആയിട്ട് വളർന്നിരിക്കുകയാണ്. വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഇതിൽ 26,000-ലേറെ സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഇന്നലെയും കുറേ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു. അതേസമയം മധ്യസ്ഥർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ഈജിപ്തിൽ പോയി, ഇസ്രായേലിൽ പോയി, ഇപ്പോൾ ഖത്തറിലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലാണ്. ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത്. അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല. അതോടൊപ്പം തന്നെ അമേരിക്ക ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് അമേരിക്ക എടുക്കുന്നുവെന്നുള്ള ആരോപണം തന്നെ ഉണ്ട് SKN. അപ്പോൾ ഇതിനിടയിൽ ലെബനനിൽ ഹെസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഹെസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ ഈ ഗസയ്ക്ക് പുറമെ അവിടുത്തെ വെസ്റ്റ് ബാങ്കിൽ, പലസ്തീനികൾ പാർക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തി 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ യുദ്ധം ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹമാസ് അമേരിക്കയുടെ വെടിനിർത്തൽ പദ്ധതിയാണ് UN പ്രമേയമായിട്ട് സ്വീകരിച്ചത്. 3 സ്റ്റെപ്പായിട്ടുള്ളതാണ്. ആദ്യം ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടയക്കുക എന്നുള്ളത്, രണ്ടാമത് യുദ്ധം നിർത്തുക, അത് പെർമനൻ്റായിട്ട് സെറ്റിൽമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗസയെ പുനർനിർമ്മിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനുള്ളത്. വളരെ ഇതായിട്ടുള്ളതാണ് ഹമാസ്. പക്ഷേ അതിൽ കുറേ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൗനം പാലിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ SKN ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഈ പ്രമേയം പാസ്സാക്കിയപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് യുദ്ധം ഇപ്പോൾ തീരുന്നത്. പക്ഷേ രണ്ടു കൂട്ടരും വേണ്ടത്ര വഴങ്ങുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് SKN. ഓക്കെ, താങ്ക് യു PB ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം.